ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇന്ന് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം തുടങ്ങാം. അതിൻ്റെ പ്രാരംഭ വാക്യത്തിൽ നമുക്കറിയാമല്ലോ, യേശു കർത്താവ് പടകിൽ കയറി സ്വന്തം പട്ടണത്തിലെത്തിയപ്പോൾ അവിടെ കിടക്കമേലൊരു പക്ഷപാതക്കാരനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയും അങ്ങനെ അവരുടെ വിശ്വാസം കണ്ട് യേശു പക്ഷപാതക്കാരനോട് പറയുന്ന വാക്യമാണ് നമുക്ക് പ്രാരംഭ 2-ാം വാക്യത്തിൽ കാണുന്നു. മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ച്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നതെന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോവുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ടു. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. എല്ലാവർക്കും സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണല്ലോ ഇത്. ഇവിടെ പക്ഷപാതക്കാരനെ യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് തന്നെ സൗഖ്യത്തിന് വേണ്ടിയാണല്ലോ. സാമാന്യമായിട്ട് നമുക്ക് മനസ്സിലാകും. പക്ഷേ യേശു ആ വ്യക്തിയോട് പറയുന്നത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നതാണ്. അത് കേട്ടപ്പോഴാണ് പ്രമാണിമാരെ ഉള്ളം കൊണ്ട് ചിന്തിച്ചു, ഇത് ദൈവദൂഷണം പറയുന്നല്ലോ, പാപം മോചിക്കാൻ ദൈവത്തിന് മാത്രമല്ലേ അധികാരമുള്ളൂ, ഇവനെങ്ങനെ ഇത് സാധിക്കുന്നു എന്ന്. അപ്പോൾ യേശു കർത്താവ് കൃത്യമായിട്ട് പറയുന്നു, കർത്താവിന് പാപമോചനത്തിനുള്ള അധികാരമുണ്ട് എന്ന് തെളിയിക്കേണ്ടതിന് അവനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞു. അവൻ സൗഖ്യമുള്ളവനായിപ്പോയി. ഈ ഭാഗം നമുക്കറിയാം, പക്ഷേ ഇതിനകത്തൊരു ഗൗരവമായ ചിന്തയുണ്ട് ദൈവമക്കളെ. യേശു കർത്താവ് തന്നെ പറയുന്ന വാക്യമാണ്. കർത്താവ് പറഞ്ഞില്ലേ, അതായത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താ ദൈവമക്കളെ? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണത്. അതായത് രോഗസൗഖ്യം എന്നുള്ളത് സെക്കൻഡറി വിഷയമാണ്. നാം അറിഞ്ഞു അറിയാതെയൊക്കെ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ മോചനമാണ് ഏറ്റവും ഗൗരവമേറിയ വിഷയമെന്ന് കർത്താവ് അസന്നിഗ്ധമായി ഈ പ്രമാണിമാരെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളും നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ സമൂഹം പലപ്പോഴും പാപമോചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ യേശുക്രിസ്തു അസന്നിഗ്ധമായി അത് തെളിയിക്കുകയാണ്. പാപമോചനമാണ് ഒന്നാമത്തെ വിഷയം. ആ പാപമോചനം ലഭിച്ചപ്പോൾ ഒരുപക്ഷെ അവൻ്റെ പക്ഷപാതത്തിനുള്ള കാരണം അവൻ്റെ ഏതെങ്കിലും രോഗമാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണോ കർത്താവ് അങ്ങനെ പറഞ്ഞതെന്നും വ്യക്തമല്ല. എന്തായാലും അവൻ്റെ പാപം കർത്താവ് ആദ്യം മോചിച്ചു. അതിനുശേഷമാണ് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞത്. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന് പാപമോചനത്തിനുള്ള അധികാരമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു മഹാസംഭവം തന്നെയാണിത്. യേശുക്രിസ്തു ദൈവമായതുകൊണ്ടുള്ള അധികാരമല്ല, മറിച്ച് ദൈവം യേശുക്രിസ്തുവിന് കൊടുത്ത ദൈവിക അധികാരം ഉപയോഗിച്ചാണ് പാപമോചനം നടത്തുന്നത്. പാപം മോചിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ആ അധികാരം പോലും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് ദൈവം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ അതിൻ്റെ തന്നെ അതിൽ 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചില്ലേ, മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. ഉണ്ടോ? അപ്പോൾ മനുഷ്യർക്ക് യേശു ഒരു സാക്ഷാൽ പൂർണ്ണ മനുഷ്യനായിട്ടാണല്ലോ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്, ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യേശുവിന് ദൈവം കൊടുത്ത അധികാരം
കർത്താവ് നമ്മൾ ഇടയ്ക്ക് ഇപ്പോൾ ചിന്തിച്ച വിഷയമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു തന്നെ പറഞ്ഞ വാക്യം മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ പാപമോചനം എന്നുള്ള വിഷയം വളരെ ഗൗരവമായി കാണേണ്ടതാണ്. ഈ അടിപ്പിണരാൾ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ആ രോഗമാകുന്ന പാപത്തിന് സൗഖ്യം വന്നിരിക്കുന്നു എന്ന അർത്ഥമാണ്. അല്ലാതെ ശാരീരിക രോഗത്തിന് സൗഖ്യം വന്നു എന്ന അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പാപമാകുന്ന രോഗത്തിന്, ആ രോഗത്തിന് സൗഖ്യം വരുത്താനാണ് കർത്താവ് അടിപ്പിണരേറ്റത്. അല്ലാതെ ശരീരത്തിൽ നമ്മുടെ രോഗസൗഖ്യം വരുവാൻ, നമ്മുടെ രോഗത്തിനുള്ള സൗഖ്യത്തിനാണെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന ആർക്കും പിന്നെ രോഗമുണ്ടാകാൻ പാടില്ലല്ലോ. അത് സാമാന്യത ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ മറ്റൊരു ഭാഗത്ത് നമ്മൾ ചിന്തിച്ച വിഷയമാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ദൈവമക്കളെ, ഇവിടെയും ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന ആ വാക്യം ശ്രദ്ധിക്കൂ. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ അവർ മഹത്വപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആഴത്തിൽ ഉൾക്കൊള്ളും. തുടർന്ന് നമുക്ക് 9-ാം അധ്യായത്തിൽ മത്തായിയെ വിളിക്കുന്ന ഭാഗം നമുക്ക് കാണാം. അദ്ദേഹം കർത്താവിനെ പിൻപറ്റുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് സാപ്പാട് കഴിക്കാൻ ജനമെല്ലാം കൂടുമ്പോൾ അവിടെയും ആ 10 മുതലുള്ള വാക്കിലൊരു കാര്യം കാണുന്നുണ്ട്. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു. പരീശന്മാരത് കണ്ട് അവൻ്റെ ശിഷ്യന്മാരോട് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു. അതിന് യേശു പറയുന്ന മറുപടി നോക്കൂ. 12-ാം വാക്യത്തിൽ യേശു അത് കേട്ടാറേ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. അടുത്ത വാക്യം വളരെ ഗൗരവമായി കാണേണ്ട ഒരു വാക്യമാണ്. 13-ാം വാക്യം, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പിൻ എന്ന് കർത്താവ് മറുപടി പറയുകയാണ്. ആ വാക്യം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഭാഗമാണ്. കർത്താവ് തുറന്നു പറയുകയാണ്, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. കണ്ടോ, കർത്താവ് വന്നത് എന്തിനാണെന്ന് കർത്താവ് തന്നെ കൃത്യമായിട്ട് പറയുകയാണ്. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിപ്പാനാണ് യേശു ഭൂമിയിൽ വന്നത് എന്ന് കർത്താവ് തന്നെ തൻ്റെ തിരുവായ് കൊണ്ട് അത് അരുളി ചെയ്ത വാക്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അല്ലേ? എത്ര കൃത്യമായ വാക്യമാണത്. അവിടെ അതിൻ്റെ 12-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വന്നാൽ അവിടെയും കർത്താവ് ഈ ആശയം തന്നെ ആവർത്തിക്കുന്നുണ്ട്. 12:7 യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു. കണ്ടോ, അവിടെയും നമുക്ക് കർത്താവ് ഈ യാഗത്തിലല്ല കരുണയിലത്രേ ദൈവം പ്രസാദിക്കുന്നത് എന്ത് എന്നുള്ളത് ഗ്രഹിപ്പിക്കുന്ന ഒരു വാക്യം നമ്മൾ കാണുകയാണ്. തുടർന്ന് 22-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് തൊട്ട് മുൻപുള്ള വാക്യം ദൈവത്തെ പോലെ മനസ്സോടെ സ്നേഹിക്കുന്നുള്ള കാര്യം ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഇതാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള, കരുണ കാണിക്കാനുള്ള ആ വിഷയത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തു അസന്നിഗ്ധമായി ഓർമ്മിപ്പിക്കുകയാണ്. തുള്ളിച്ചാടി നല്ല പാട്ടുപാടുവോ കൈയടിച്ചോ ഉറക്കലറി പോകുന്നതിലൊന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത്, കരുണ കാണിക്കുന്നതിലാണ്. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നത് കൃത്യമായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് വഴി ആ സ്നേഹത്തിന് വേണ്ടി കാണിക്കുന്ന യാഗത്തിലാണ്, അല്ലെങ്കിൽ അതിനുള്ള ത്യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നത് യേശു ക്രിസ്തു അസന്നിഗ്ധമായി ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. 16-ാം വാക്യം എല്ലാവർക്കും സുപരിചിതമാണല്ലോ. 17-ാം വാക്യം ഇങ്ങനെ തുടങ്ങുന്നു, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ആ പദം ഗൗരവമായി ചിന്തിക്കൂ ദൈവമക്കളെ. ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. കണ്ടോ, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവനോ
വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികൾ ന്യായവിധി വന്നു കഴിഞ്ഞു. ഇവിടെ ഈ വാക്യങ്ങളിൽ ദൈവമാരെന്നും യേശുക്രിസ്തു ആരെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ. 17 വാക്യം തുടങ്ങുന്നത് ദൈവം തൻ്റെ പുത്രനെ കണ്ടോ. അപ്പോൾ ദൈവം യേശുക്രിസ്തു ആകുന്ന തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് എന്തിനാണെന്ന് കൃത്യമായിട്ട് പറയുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ 18 വാക്യത്തിലും അവിടെ പറയുകയാണ് അല്ലോ, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായി. ഇവിടെ ഞാനിത് ഊന്നി പറയുന്നത് എന്തിനെന്ന് വെച്ചാൽ, ദൈവമക്കളെ, യേശുക്രിസ്തുവിന് ദൈവമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന അബദ്ധധാരണ തിരുത്താൻ ദൈവവചനത്തിലൂടെ നമുക്ക് ശ്രമിക്കാം എന്ന് പറയാനാണ്. ദൈവവചനം ആഴമായി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു കാര്യം അസന്നിഗ്ധമായിട്ട് ബോധ്യമാകും. ദൈവമേകനാണ്, ദൈവമേക സത്യ ദൈവമാണ്, യഹോവയായ ദൈവം തന്നെയാണ്, സൈന്യങ്ങളുടെ കർത്താവ് എന്ന നാമമുള്ള യഹോവയായ ദൈവമാണ് ഏകസത്യ ദൈവം. യേശുക്രിസ്തു ആ ദൈവത്തിൻ്റെ പുത്രനാണ്. ഒരിക്കലും യേശുക്രിസ്തു ദൈവമല്ലേയല്ല. അതിന് നമുക്ക് വചനത്തിൽ ഒരു തെളിവുമില്ല. ശിഷ്യന്മാരാരും യേശുവിനെ ദൈവമെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്ത ഒരു തിരുവചന ഭാഗം നിങ്ങൾക്ക് കേൾവിക്കാർക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ ദയവായി എന്നെ ഒന്ന് വിളിച്ചു പറയൂ. ഞാൻ എൻ്റെ തെറ്റ് തിരുത്താൻ തയ്യാറാണ്. എനിക്ക് തെറ്റില്ലെന്നുള്ളത് 100% ബോധ്യമാണ്. യഹൂദന്മാരും തിരുവചനത്തിലുടനീളവും വ്യക്തമായി വെളിപ്പെടുത്തുന്ന സർവശക്തനായ ഏകസത്യ ദൈവം അവൻ ഏകൻ തന്നെയാണ്. അതിനപ്പുറത്ത് മറ്റൊരു ദൈവമില്ലേയില്ല. അത് വചനത്തിൻ്റെ തെളിവിലൂടെ ഞാൻ പറയുന്നത്. വല്ല ബൈബിൾ കോളേജിൽ പഠിച്ച വല്ല വിവരദോഷികൾ വല്ല വിവരക്കേട് പറയുന്നത് കേട്ട് ആ വ്യാഖ്യാനം ഈ വ്യാഖ്യാനവും കേട്ട് അങ്ങനെ കൂട്ടിയിണക്കുന്ന രീതിയല്ല. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവിക സത്യങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ അസന്നിഗ്ധമായി ഖണ്ഡിതമായി ഒരു സംശയവുമില്ലാതെ വണ്ണം യേശു ദൈവപുത്രനും യഹോവയായ ഏകസത്യ ദൈവവും എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ആ വിഷയം ദൈവജനം ഗൗരവമായി ചിന്തിക്കൂ. ഇവിടെ നമ്മൾ യാഗത്തിലില്ല, കരുണയിലെത്രേ ഞാൻ പ്രസാദിക്കുന്നത് എന്ത് എന്നുള്ളത് പോയി പഠിപ്പിനെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ ആ വാക്യത്തെ ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, ക്രിസ്തുയേശുവിൻ്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു. ആ ക്രിസ്തുയേശുവിൻ്റെ ആർദ്രത, ആ സ്നേഹം, ആ കരുണ, അതാണ് പൗലോസ് അപ്പോസ്തലനും ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ ഇവിടെ കർത്താവായ യേശുക്രിസ്തു അസന്നിഗ്ധമായിട്ട് പറയുന്ന യാഗത്തിലല്ല കരുണയിലെത്ര ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ പോയി അല്ലേ. അവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുന്ന ആ വാക്യം ജനമൊന്ന് ശ്രദ്ധിക്കൂ ദൈവമക്കളെ. അത് ഞാൻ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത വാക്യമായതുകൊണ്ട് നിർത്തുകയാണ്. അപ്പോഴാണ് നമുക്കറിയാമല്ലോ, യോഹന്നാനിലെ ശിഷ്യന്മാർ, സ്നാപയോഹന്നാനിലെ ശിഷ്യന്മാർ അവൻ്റെ യേശു കർത്താവിൻ്റെ അടുക്ക വന്നിട്ട് പറയുകയാണ്, ഞങ്ങളും പരീശന്മാരും വളരെ ഉപസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപസിക്കാത്തത് എന്തെന്ന് ചോദിച്ചു. യേശു കർത്താവിനോട് മറുപടി പറയുന്നത് വ്യക്തമാണ്. ഞാനതിലേക്ക് അധികം കിടക്കുന്നില്ല. കോടി തുണിക്കണ്ടമാരും പഴയതിൽ വെച്ച് തുന്നാറില്ല എന്ന് പറയുന്ന മറുപടിയൊക്കെ അതിനോട് ചേർത്ത് കർത്താവ് പറയുന്ന വാക്യങ്ങളാണ്. അത് വലിയ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. വീണ്ടും നമുക്ക് അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നത്, അവനിങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞു പോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിക്കേ, ഒരു പ്രമാണിയായ മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ അനന്തമായ ശക്തിയിലും ദൈവകൃപയിലും ശരണപ്പെടുകയാണ്. ആ കുട്ടി ബാലം മരിച്ചുപോയി, എങ്കിലും യേശു കർത്താവ് വന്ന് കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ അനുഭവം. അപ്പോൾ കർത്താവ് പറയുന്ന ഉടനെ യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരോടുകൂടി അവൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് നമുക്കറിയാവുന്നതുപോലെ വളരെ സുപരിചിതമായ മറ്റൊരു തിരുവചന ഭാഗം കാണാമല്ലോ. 12 വർഷക്കാലം കൊണ്ട് രക്തസ്രാവം കഷ്ടപ്പെട്ട ഒരു സഹോദരി വന്നിട്ട് യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ അവളിങ്ങനെ പറയുകയാണ്, അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും, 21-ാം വാക്യം എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തോങ്ങൽ വിട്ടു. അപ്പോൾ യേശു കർത്താവ് തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ പറയണം, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. ആ വാക്യം നോക്കൂ ദൈവമക്കളെ. അവിടെ യേശു കർത്താവ് അവളെ പരിഹസിച്ചില്ല, കുറ്റപ്പെടുത്തിയില്ല, ഒന്നും പറഞ്ഞില്ല. ഒറ്റ വാക്ക്, അവൾ എന്തൊരു ലാവണ്യ വാക്കാണ് കർത്താവ് പറഞ്ഞ്,
മകളെ ധൈര്യമായിരിക്കൂ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വാന്തനപ്പെടുത്തി ആശ്വസിപ്പിച്ച് സൗഖ്യം നൽകുന്ന യേശുവിൻ്റെ ദിവ്യസ്നേഹം എത്ര മധുര മനോഹരമാണ്. ആ സംഭവത്തിന് ശേഷമാണല്ലോ യേശു കർത്താവും ശിഷ്യന്മാരും കൂടി പ്രമാണിയുടെ വീട്ടിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ പ്രമാണിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും ഒക്കെ പദങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ യേശു കർത്താവ് അതൊന്നും കൂട്ടാക്കാതെ പുരുഷാരത്തെ പുറത്താക്കിയിട്ട്, നമുക്കറിയാമല്ലോ, ബാലയുടെ കൈ പിടിച്ച് ബാലയെ അകത്ത് കിടന്നിട്ട് പറയാണ്, കടന്ന് ബാലയുടെ കൈ പിടിച്ചു, ബാല എഴുന്നേറ്റു. അതിൻ്റെ 26-ാം വാക്യം. ഈ വർത്തമാനം ആദേശത്തൊക്കെയും പരന്നു. ഹല്ലേലൂയ. കർത്താവ് ആ 2 അത്ഭുതങ്ങൾ ഒരേ സമയത്ത് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം കൊടുത്ത സംഭവവും, പിന്നെ പ്രമാണിയുടെ മകൾ മരിച്ച കുഞ്ഞിന് ജീവൻ കൊടുക്കുന്ന അത്യത്ഭുതകരമായ മറ്റൊരു സംഭവവും, യേശുക്രിസ്തു തന്നിൽ ദൈവം നൽകിയ ദൈവിക അധികാരം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. യേശു ദൈവമായതുകൊണ്ട് ചെയ്തതല്ല, യേശുക്രിസ്തുവിന് സർവശക്തനായ ദൈവം കൊടുത്ത ദൈവിക അധികാരം ഉപയോഗിച്ചാണ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത് എന്നത് തിരുവചനം വായിക്കുന്നവർക്ക് സംശയരഹിതമായി മനസ്സിലാകുമല്ലോ. തുടർന്ന് നമ്മൾ അതിൻ്റെ 27-ാം വാക്യത്തിൽ വരുമ്പോൾ, കർത്താവിടെ നിന്ന് പോരുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന്, ഉവ്വ് കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. പിന്നെ യേശു, നോക്കുവിൻ, ഇതിലാരോടും പറയരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചു. പക്ഷെ അവർ അത് പബ്ലിസൈസ് ചെയ്തു. അത് പോകട്ടെ. ഏതായാലും ഇവിടെ 2 അന്ധന്മാർക്ക് കർത്താവായ യേശുക്രിസ്തു അനുകമ്പ തോന്നി സൗഖ്യം കൊടുത്ത സംഭവം നമ്മൾ കാണുകയാണ്. തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ 32-ാം വാക്യത്തിൽ, അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായൊരു ഊമനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. പരീശന്മാരോ പ്രമാണിമാരെ പറയുന്ന കേൾക്കൂ, ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ഇത്ര വ്യക്തമായ ഒരു അത്ഭുതകരമായ അനുഭവം കണ്ടിട്ട് അതിനെ കുറ്റപ്പെടുത്തുന്ന പരീശ പ്രമാണിമാർ. ജനം അത് കണ്ട് അത്ഭുതപ്പെടുകയാണ്. ഇതുവരെയും ഇങ്ങനൊരു സംഭവം കണ്ടിട്ട് പോലുമില്ല. ഊമൻ സംസാരിക്കുന്നു. ഊമനിൻ്റെ മേൽ വ്യാപരിച്ച ഭൂതത്തെ കർത്താവ് നിർവീര്യമാക്കി അവനെ സൗഖ്യം നൽകുന്ന മഹാസംഭവം. ഇതൊക്കെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ 5 സൗഖ്യങ്ങൾ 6 പേർക്കായി ലഭിക്കുന്നതായി കാണുന്നുണ്ട്. 2 കുരുടന്മാർ വരുന്ന രംഗമുണ്ടല്ലോ, അത് അവിടെ നമ്മൾ ആ ഭാഗത്ത് കാണുമ്പോൾ 2 കുരുടന്മാർ. അപ്പോൾ 5 സൗഖ്യങ്ങൾ കാണുന്നുണ്ട്. ഒന്നാമത്തേത് നമുക്കറിയാം, പക്ഷപാതക്കാരനെ പാപം മോചിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്ത മഹാസംഭവം നമ്മൾ കാണുന്നു. തുടർന്ന് പ്രമാണിയുടെ മരിച്ച കുഞ്ഞിനെ കർത്താവായ യേശുക്രിസ്തു ജീവൻ കൊടുക്കുന്ന മഹാസംഭവം. രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെട്ട സാധുവായ സഹോദരിക്ക് 12 വർഷം കൊണ്ട് അനുഭവിച്ച കഷ്ടത്തിൽ നിന്ന് അത്ഭുതമായ വിടുതൽ നൽകിയ സംഭവം. 2 അന്ധന്മാർക്ക് കർത്താവ് കാഴ്ച തിരിച്ചു നൽകി അവർക്ക് സൗഖ്യം നൽകിയ മഹാസംഭവം. സംസാരിക്കാൻ കഴിയാതെ ഊമനായ ഭൂതഗ്രസ്തനായ മനുഷ്യന് അത്ഭുതകരമായ വിടുതൽ കൊടുത്ത മഹാസംഭവം. ഇങ്ങനെ 5 സൗഖ്യങ്ങൾ 6 വ്യക്തികൾക്കായി ഈ 9-ാം അധ്യായത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. അത് നമുക്കറിയാം, ആ സമയത്തും ധാരാളം മറ്റു രോഗികളും ബുദ്ധിമുട്ടുന്നവരൊക്കെ പലയിടത്തായിട്ട് കാണുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ കേസുകളിൽ മാത്രമാണ് സൗഖ്യം കൽപ്പിക്കുന്നത്. അത് ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ ചെയ്യുന്ന ചില അനുഭവങ്ങളാണ്. ആ സമയത്തൊക്കെ പലരും പല വ്യക്തികളും മരിച്ചിട്ടുണ്ടാകുമല്ലോ. അതൊന്നും കർത്താവ് പോയി അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചില്ലല്ലോ. ഈ പ്രമാണിയുടെ മകളെ മാത്രമാണല്ലോ ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ ദൈവിക അധികാരം, ദൈവം നൽകിയ ദൈവിക അധികാരം എന്തെന്ന് വ്യക്തമാക്കി താൻ ആരാണ്, അതായത് ലോകരക്ഷിതാവായ
മാനവകുലത്തെ പാപത്തിൻ്റെ പടുകുഴിയിൽ രക്ഷിപ്പാൻ ദൈവം അയച്ച വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. അല്ലാതെ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ അപ്പപ്പോലെല്ലാം സൗഖ്യമാകുമെന്ന് പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന പൈശാചിക ഉപദേശങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു ആഹ്വാനം പറയാനായിട്ടാണ് ഞാൻ ഇത്രയും ഖണ്ഡിതമായി ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇക്കാര്യം അവതരിപ്പിക്കുന്നത്. നമുക്ക് തിരുവചന ഭാഗത്തേക്ക് മടങ്ങി വരാം. അതിൻ്റെ 35-ാം വാക്യത്തിൽ നാം കാണുന്നത്, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും, പദം ശ്രദ്ധിക്കൂ, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവിടെ കർത്താവിൻ്റെ അടുക്കൽ രോഗസൗഖ്യത്തിന് വന്നവരെയൊക്കെ കർത്താവ് സൗഖ്യമാക്കിയവരെ ആരെയും നിരാശരായി പറഞ്ഞു വിട്ടില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നവരെ എന്ന് കരുതി യേശുവിനോട് പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും സൗഖ്യം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന പഠിപ്പീരിനോടാണ് ഞാൻ വിയോജിപ്പ്. അന്ന് യേശുവിൻ്റെ അടുക്കൽ പ്രത്യാശയോടെ ഉറപ്പോടെ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന സൗഖ്യം കിട്ടുമെന്ന് വിശ്വാസത്തോടെ വന്നവരെ ആരെയും ദൈവം കർത്താവായ യേശു നിരാശരായി മടക്കി വിട്ടില്ലെന്ന് സത്യമാണ്. ആ വാക്യം കൃത്യമായിട്ട് പറയുന്നില്ലേ, കണ്ടോ? സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നവരെ ഒക്കെ കർത്താവ് സൗഖ്യമാക്കി. അതിനകത്ത് രണ്ടഭിപ്രായം എനിക്കില്ല. കറക്റ്റാണ് ആ വിഷയത്തിൽ. പക്ഷേ യേശുക്രിസ്തു രോഗസൗഖ്യം നടത്താൻ വേണ്ടി അല്ല ഈ ഭൂമിയിൽ വന്നത് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം. യേശു കർത്താവ് തന്നെ പറഞ്ഞില്ലേ, നമ്മൾ 9-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിച്ചു കേട്ടല്ലോ, പാപികളെ രക്ഷിപ്പാനാണ് ഞാൻ വന്നത് എന്ന് കർത്താവ് പറഞ്ഞ വാക്യം ഇല്ലേ? അവിടെ കരുണയിൽ യാഗത്തിലല്ല കരുണയിൽ എത്ര ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്ന് നിങ്ങൾ പോയി പഠിപ്പിൻ. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ എത്ര വെളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം. അതാണ് ആ വാക്യം ചേർത്ത് വായിക്കണം നമ്മൾ. അതായത് ഇത് ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് രോഗസൗഖ്യവും മറ്റനുഭവങ്ങളും നന്മകളൊക്കെ കിട്ടിയെന്ന് വരാം. പക്ഷെ പ്രാഥമികമായും യേശു കർത്താവിൻ്റെ വരവിൻ്റെ പ്രധാന ലക്ഷ്യവും ഏകലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം, പാപത്തിലാണ്ടുപോയ മാനവകുലത്തെ വീണ്ടെടുത്ത് രക്ഷിച്ച് നിത്യജീവൻ ഓഹരിക്കാരായി തീരുവാൻ, അവരെ അതിനെ അവകാശികളാക്കി തീർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്നതാണ് സത്യം. അപ്പോൾ അതിൻ്റെ 36-ാം വാക്യം, അവൻ പുരുഷാരത്തെ ഇടയിനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. ഇന്നും അത് തന്നെ അവസ്ഥ, ഒരു മാറ്റവും ഇല്ല. തൻ്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുന്ന വാക്യം, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിനെന്ന് പറഞ്ഞു. ഈ വാക്യം ദൈവജനം ഒന്ന് ശ്രദ്ധിക്കൂ, ഒരു മിനിറ്റ് നിൽക്കൂ. ആരാണ് ഈ കൊയ്ത്തിൻ്റെ യജമാനൻ? അപ്പം ആരോട് പ്രാർത്ഥിക്കാനാണ് യേശു പറഞ്ഞിവിടെ? നോക്കൂ, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിൻ്റെ യജമാനനോട് നോക്കൂ, ശ്രദ്ധിക്കൂ, കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിനെന്ന് പറഞ്ഞു. അത് ആരോടായി അയക്കാൻ പറഞ്ഞത്? യേശു കർത്താവ് കൃത്യമായിട്ട് പറയുന്ന ഏകസത്യ ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവമക്കൾ, ഇതിൽ നിന്നൊക്കെയും വളരെ സ്പഷ്ടമായ ഒരു കാര്യം അസന്നിഗ്ധമായി നമുക്ക് വെളിപ്പെടുന്നത്, ഏകസത്യ ദൈവമായ യഹോവയായ ദൈവം, യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം, നമ്മുടെയും പിതാവായ ദൈവം ഏകസത്യ ദൈവം തന്നെയാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. ആ സത്യം ആഴമായി തിരുവചനത്തിൽ നിന്ന് പ്രാർത്ഥനാപൂർവ്വം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ പഠിച്ച് മനസ്സിലാക്കി തെറ്റ് തിരുത്തണമേ എന്നുകൂടി ഈ അവസരത്തിൽ വിനയപൂർവ്വം ഓർമ്മിപ്പിച്ച് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.